വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. വകുപ്പുതല പരീക്ഷ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് 2026 ജനുവരി ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനുള്ള വിജ്ഞാപനമായിട്ടുണ്ട്. വകുപ്പുതല പരീക്ഷ പ്രൊമോഷന് ചില പേപ്പറുകൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് നിർബന്ധ പരീക്ഷയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇത് അക്കൗണ്ടൻസി ലോവർ, അക്കൗണ്ടൻസി ഹയർ എന്നിങ്ങനെ 2 പരീക്ഷകൾ. MOP മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ക്ലറിക്കൽ ജീവനക്കാരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന്, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപക ഇതര ജീവനക്കാർക്ക് കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂള് എന്നിങ്ങനെയുള്ള പരീക്ഷകൾക്കാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത്. ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആദ്യമായി പരീക്ഷ എഴുതുന്ന പരീക്ഷ എഴുതുന്നവർക്ക് അക്കൗണ്ടൻസി ലോവർ, അതുപോലെ നിർബന്ധ പരീക്ഷയായിരിക്കുന്ന KER, MOP ഇവ സൗജന്യമാണ്, ഫീസ് അടയ്ക്കേണ്ടതില്ല. ഹയർ കൂടി ഒരുമിച്ച് എഴുതാവുന്ന, അക്കൗണ്ടൻസി ലോവറും അക്കൗണ്ടൻസി ഹയറും ഒരുമിച്ച് എഴുതാവുന്നതാണ്. ഒരു പേപ്പറിന് 40 മാർക്ക് മിനിമമാണ്. പാസ് മാർക്ക് എന്ന് പറയും 40 മാർക്കാണ്. ഓരോ പേപ്പറും 40 മാർക്ക് വീതം ലഭിച്ചാൽ മാത്രമേ ടെസ്റ്റ് അച്ചീവ് ചെയ്യുകയുള്ളൂ. ഒരു ഗുണമുണ്ട്, ലോവറും ഹയറും ഒരുമിച്ച് പരീക്ഷ എഴുതാവുന്നതാണ്. ലോവറിലെ ഏതെങ്കിലും ഒരു പേപ്പർ നഷ്ടപ്പെട്ട് കറസ്പോണ്ടിങ് പേപ്പർ ഹയറിൽ ലഭിക്കുകയാണെങ്കിൽ ഹയറിലെ ലഭിച്ച പേപ്പറിനെ ലോവറിലേക്ക് പരിഗണിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. അപ്പോൾ രണ്ടും ഒരുമിച്ച് എഴുതാം. അക്കൗണ്ടൻസി ലോവറിന് ഫീസ് വേണ്ട, സർട്ടിഫിക്കറ്റ് ഫീസ് പ്രത്യേകം കൊടുക്കണം. ഹയറിന് ഹയറിന് സൗജന്യമില്ല, മുഴുവൻ പേപ്പറിൻ്റെയും ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഒരു പേപ്പറിന് 160 രൂപയാണ് ഫീസ്. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുന്ന ലോവർ മാത്രം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യ തവണയാണ് അക്കൗണ്ടൻസി ലോവർ എഴുതുന്നത് എങ്കിൽ അദ്ദേഹം പരീക്ഷാ ഫീസായ 160 × 4 640 രൂപ അടയ്ക്കേണ്ടതില്ല. അത് പ്രൊഫൈലിൽ എക്സംഷൻ എന്നുള്ള ടിക്ക് ചെയ്താൽ മതി. ഫീ എക്സംപ്റ്റ് ചെയ്ത ഒരു കോളമുണ്ട്, ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് ടിക്ക് ചെയ്താൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. പക്ഷേ 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ അടക്കണം. അക്കൗണ്ടൻസി ലോവറും ഹയറും ഒരുമിച്ച് എഴുതുന്നു എങ്കിൽ, ആദ്യ തവണയാണ് എഴുതുന്നത് എങ്കിൽ ലോവറിൻ്റെ 640 രൂപ അടയ്ക്കേണ്ടതില്ല. ലോവറിൻ്റെ സർട്ടിഫിക്കറ്റിന് 210 രൂപ അടക്കണം. അപ്പോൾ ഒരു 210. ഹയറിൻ്റെ സർട്ടിഫിക്കറ്റിനും ഒരു 210. അപ്പോൾ 420 രൂപയായി. 4 പേപ്പറുകൾക്കുള്ള 160 രൂപ വീതം 640 രൂപ വേറെയും. അത് ഒരുമിച്ചുള്ള തുക ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുകയാണ് വേണ്ടത്. ഇനി പരീക്ഷയുടെ ഫീസ് അടക്കുന്ന രീതി, ഇതിന് പ്രവേശനം നേടുന്നത് എങ്ങനെയാണെന്നുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്ന പേജ് ഓപ്പൺ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പേജ് ഓപ്പൺ ചെയ്താൽ അത് സാധാരണഗതിയിൽ PSC നോട്ടിഫിക്കേഷൻ, ഉദ്യോഗത്തിന് ഉള്ള നോട്ടിഫിക്കേഷനുകൾ, കാൻഡിഡേറ്റ്സിന് PSC പരീക്ഷകൾക്ക് LD ക്ലർക്ക്, UD ക്ലർക്ക്, HST, UPST എന്നീ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനുള്ള ആ പ്രൊഫൈൽ പേജാണ് ആദ്യമായിട്ട് കാണുക. അവിടെയും നിങ്ങൾക്ക് യൂസർ ID പാസ്വേഡൊക്കെ ഉപയോഗിക്കുന്ന കോളങ്ങളും ഒക്കെ ഉണ്ടാവും. ആ പേജിലല്ല പോകേണ്ടത്. ഇങ്ങനെ സൈഡിൽ കാണാം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്നുള്ളൊരു പേജ് കാണും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്നുള്ള പേജ് ഓപ്പൺ ചെയ്താൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ വരും. ന്യൂ രജിസ്ട്രേഷൻ. ആ ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങളെ റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയിൻ്റെ അടിയിൽ ഫോട്ടോ എടുത്ത തീയതി, നിങ്ങളുടെ ജനന തീയതിയില്ല, റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോ ആണെന്ന് അറിയാൻ വേണ്ടി ഫോട്ടോയിൽ തീയതിയും നിങ്ങളുടെ പേരും സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ, സർവീസ് ബുക്കിൽ ഉള്ളതുപോലെ പേര് ഈ ഫോട്ടോയുടെ അടിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഫോട്ടോയാണ്. ബാക്ക് ഷെയ്ഡൊക്കെ ലൈറ്റ് ഷെയ്ഡിൽ എടുത്തതായിരിക്കുന്ന ഫോട്ടോ ആണ് വേണ്ടത്. വളരെ കളർഫുൾ ആയിട്ടുള്ളതല്ല, ലൈറ്റ് ഷെയ്ഡിൽ എടുത്തത്. അറിയാം PSCയുടെ ഫോട്ടോ ഇത് പറഞ്ഞാൽ സ്റ്റുഡിയോക്കാർക്ക് തന്നെ അറിയാവുന്നതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം.
ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, സ്ഥാപനത്തിൻ്റെ പേര്, വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, വർക്ക് ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഈ വക കാര്യങ്ങൾ പൂർണ്ണമായും അപ്ലോഡ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു OTP ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ OTP ക്രിയേറ്റ് ചെയ്തത് കൂടി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓരോ പ്രാവശ്യവും നിങ്ങളുടെ പ്രൊഫൈൽ തുറക്കുമ്പോൾ OTP വരും. അതായത് എല്ലാവരും കയറിയിട്ട് ഇതിൽ തിരുത്തലുകളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി വളരെ കാര്യക്ഷമമായിട്ട് തന്നെയാണ് ഈ OTP ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 11-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് പ്രൊഫൈൽ വഴി പരീക്ഷയ്ക്ക് അപേക്ഷ നടത്തി ഫീസ് അടക്കാവുന്നതാണ്. അപേക്ഷ തയ്യാറാക്കി എൻറോൾ ചെയ്ത് ഫീസ് അടക്കാവുന്നതാണ്. ഇപ്രകാരം ഫീസ് അടക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് അഡ്മിഷൻ ടിക്കറ്റ്, നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റ് വന്നിരിക്കും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഹാൾ ടിക്കറ്റുമായി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ സ്ഥാപന മേധാവി കൗണ്ടർ സൈൻ ചെയ്തിരിക്കണം. ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറോ മറ്റേതെങ്കിലും വെൽ നോൺ പേഴ്സണോ അറ്റസ്റ്റ് ചെയ്യുന്ന രീതിയില്ല. നിങ്ങളുടെ സ്ഥാപന മേധാവി, പ്രൈമറി സ്കൂളിലാണെങ്കിൽ ഹെഡ് മാസ്റ്റർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസറായിരിക്കുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, താലൂക്ക് ഓഫീസിലെ ജീവനക്കാരനാണെങ്കിൽ തഹസിൽദാർ തുടങ്ങിയ സ്ഥാപന മേധാവിയുടെ അറ്റസ്റ്റേഷനോട് കൂടിയുള്ള ഹാൾ ടിക്കറ്റുമായിട്ടാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ മിക്കവാറും ഫെബ്രുവരി 11-ാം തീയതി ആപ്ലിക്കേഷൻ കൊടുത്ത് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ 1st വീക്കിൽ, അതായത് ഏപ്രിൽ 10-ാം തീയതിക്ക് ശേഷമുള്ള ഒരു സമയം എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് സ്വാഭാവികമായും ഏപ്രിൽ 1st വീക്കിൽ പരീക്ഷ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ മെനഞ്ഞിരിക്കണം. ആ രീതിയിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരീക്ഷ, ജനുവരിയിലെ നോട്ടിഫിക്കേഷൻ, ഫെബ്രുവരി 11-ാം തീയതി അപേക്ഷ സമർപ്പിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്, ഈ രീതിയിൽ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ആ തയ്യാറെടുപ്പ് അനുസരിച്ചുള്ള നിങ്ങളുടെ ഈ പരീക്ഷയ്ക്കുള്ള ക്ലാസ്സുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ, ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതിന്, അതായത് അക്കൗണ്ടൻസി ലോവറിന്, അക്കൗണ്ടൻസി ഹയറിന്, ഗസറ്റഡ് ഓഫീസേഴ്സ്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ ഗസറ്റഡ് റാങ്കിൽ നിയമനം ലഭിച്ച ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയവർക്കുള്ള എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ്, കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്, MOP മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്നീ വിഷയങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഈ പോസ്റ്ററിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഫീസ് ഓരോ പേപ്പറിനും 160 രൂപയാണ്. ഓരോ പേപ്പറിനും 160 രൂപ. ആദ്യ സമയം എഴുതുന്ന ലോവറുകാർക്ക് ഫീസ് ആവശ്യമില്ല. ഇതാണ് നിരക്ക് കണ്ടോ. അടുത്തത് 210 രൂപ സർട്ടിഫിക്കറ്റിന്. അപ്പോൾ അക്കൗണ്ടൻസി ലോവർ ഫീസ് വേണ്ട, 210 വേണം. അക്കൗണ്ടൻസി ഹയറിന് 640 രൂപയും 210 രൂപയും വേണം. KER എഴുതുന്ന സർക്കാർ ജീവനക്കാർക്ക്, KER എഴുതുന്നവർക്ക് എന്ത് വേണ്ട? KERന് ഫീസാണ് 160 രൂപ വേണ്ട. KER സർട്ടിഫിക്കറ്റ് ഉണ്ട്, 210 രൂപ വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് സൗജന്യം അനുവദനീയമല്ല. ഹയർ സെക്കൻഡറി അധ്യാപകർ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലാണ് അവർ ഉള്ളത് എങ്കിൽ പോലും അവർക്ക്, അതായത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം, വാട്ടർ അതോറിറ്റി, കേരള ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയ ബോർഡ് എക്സാമിനേഷൻ, ബോർഡുകളിൽ ജോലി ചെയ്യുന്നവർക്ക്, ഫേമുകളിൽ ജോലി ചെയ്യുന്നവർക്ക്, കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഈ സൗജന്യം ബാധകമല്ല. ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർക്ക് മാത്രമേ സൗജന്യം അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഹയർ സെക്കൻഡറി ജീവനക്കാർ എന്ത് വേണം? അവർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ 2 പേപ്പറാണ് എഴുതുന്നത്. ആ 2 പേപ്പറിന് ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടക്കാതായിരിക്കുന്ന അപേക്ഷകൾ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ നിരസിക്കപ്പെടുന്നതാണ്.
ഇനി പരീക്ഷയ്ക്ക് കുറിപ്പുകളോ അതല്ലെങ്കിൽ നോട്ടുകളോ അതല്ലെങ്കിൽ ഇൻഡെക്സോ തുടങ്ങിയതൊന്നും പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ പരീക്ഷ പുസ്തകം വെച്ച് നോക്കി എഴുതാവുന്നതാണ്. പക്ഷേ ആ നോക്കി എഴുതാവുന്നതാ എന്നുള്ള നിലക്ക് ഗൈഡുകളോ കുറിപ്പുകളോ സ്ലിപ്പുകളോ ഒന്നും തന്നെ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ, സർക്കാരിൻ്റെ മുദ്രയുള്ള സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുവാനുള്ള ഓതറൈസേഷൻ ഉള്ളത്. അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എംബ്ലം ഉണ്ടായിരിക്കും. അതിൻ്റെ അടിയിൽ ഈ പബ്ലിഷ്ഡ് ബൈ കേരള ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഒറിജിനൽ പുസ്തകം, ആ ഒറിജിനൽ പുസ്തകം മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് അനുവദിക്കുകയുള്ളൂ. ഗൈഡുകൾ, ധാരാളം ഗൈഡുകൾ, മെറ്റീരിയലായിട്ട് സ്റ്റഡി മെറ്റീരിയൽ തുടങ്ങിയവ ധാരാളത്തിലധികം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നല്ലാതെ അത് വെച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശനമില്ല. എന്നാൽ പരീക്ഷാ ഹാളിൽ പിന്നെ വിത്ത് ബുക്ക് എന്ന് എഴുതിയിട്ടില്ലാത്തത് പരീക്ഷകൾക്ക് ബുക്കുകളുടെ സഹായമില്ലാതെ എഴുതേണ്ടതാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ബുക്കുകളില്ലാത്തത് എന്ന് പറയുന്നത് KERന് ബുക്കില്ല, അത് ഒറ്റ പരീക്ഷയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് എഴുതുന്നതിൽ ഒരു പേപ്പറിന് മാത്രമാണ് ബുക്കില്ലാത്തത്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് മാത്രമാണ് ബുക്കില്ലാത്തത്. ബാക്കി എല്ലാത്തിനും ബുക്ക് വെച്ച് എഴുതാം. പക്ഷേ ഒറിജിനൽ ബുക്കായിരിക്കണം, സർക്കാർ പ്രസിദ്ധീകരണമായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. പിന്നെ മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത് വാക്ക്മാൻ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച് തുടങ്ങിയ വിവരവിനിമയത്തിനുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ ക്യാമ്പിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളൊന്നും, ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും തന്നെ കയ്യിലുണ്ടാവാൻ പാടില്ല, അത് നിരോധിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിൽ നിന്ന് പിടിക്കപ്പെട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് വരെ ഇൻവിജിലേറ്റർക്ക് അധികാരമുണ്ട്. കാരണം പരീക്ഷ നടക്കുന്നത് ഓരോ കേന്ദ്രത്തിലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ PSCൻ്റെ ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥൻ, ഉത്തരവാദിത്തപ്പെട്ടൊരു ഉദ്യോഗസ്ഥൻ ഓരോ കേന്ദ്രത്തിലും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് പരമാധികാരമുണ്ട്. കാരണം നിങ്ങൾ പിടിക്കപ്പെടുന്ന സംഗതികളുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് വരെ അവർക്ക് അധികാരമുണ്ട്. ഡിസ്ക്വാളിഫൈ ചെയ്താൽ 3 വർഷത്തിനൊക്കെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതോടുകൂടി നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനുള്ള കോച്ചിങ്, അക്കൗണ്ടൻസി ലോവർ, അക്കൗണ്ടൻസി ഹയർ, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ്, KER, MOP തുടങ്ങിയ പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ ചേരാൻ ഉദ്ദേശിക്കുന്നവർ സെൻറ്ററുമായി ബന്ധപ്പെടുക.